ദൈവനാമത്തിന് മഹത്വം എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ദൈവഹിതത്തിന് സമർപ്പിക്കുമ്പോഴുണ്ടാകുന്ന മഹത്വം അത് അതുല്യമാണ്, അത് രക്ഷാകരമാണ്, അത് അനിർവചനീയമാണ്, സന്തോഷദായകവും നമുക്ക് ശക്തിയും ഊർജവും നൽകുന്നതുമാണ്. ദൈവഹിതത്തിന് സമർപ്പിക്കുമ്പോൾ അത് പരിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ ദൈവഹിതത്തിന് സമർപ്പിക്കുന്ന മനുഷ്യരെ കാണുന്നു. നോഹ പേടകം നിർമ്മിക്കുന്നു ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ചാണ്. അതിലൊരളവ് പോലും നോഹ മാറ്റം വരുത്താതെ ദൈവഹിതത്തിനനുസരിച്ച് പെട്ടകം പണിതു. ആ മനോഹരമായ പെട്ടകത്തിൻ്റെ അകത്ത് ലോകത്തിലെ സമസ്ത വസ്തുക്കളുടെയും എല്ലാത്തിൻ്റെയും ഓരോരോ ഗ്രൂപ്പ് ജോഡികളെ അതിൽ ക്രമീകരിക്കുന്നത് ഏറ്റവും വലിയൊരു ഉയർന്ന സ്ഥലയിലാണ് നോഹ പേടകം നിർമ്മിച്ചത്. ലോകരെല്ലാം നോഹയുടെ ഹിതം ദൈവത്തിൻ്റെ ഹിതമാണെന്ന് പറഞ്ഞപ്പോൾ നോഹയെ കളിയാക്കി. ഇത്രയും ഉയരത്തിൽ മഴ പെയ്യും, ഇത്രയും ഉയരത്തിൽ എന്തിനു നീ പെട്ടകം പണിയുന്നു, ഇത്രയും വലിയ പെട്ടകം നീ എന്തിനു പണിയുന്നു? നോഹയ്ക്ക് ഭ്രാന്താണെന്ന് ആദ്യ ലോകത്തിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെല്ലാം നോഹയെ കളിയാക്കി. പക്ഷേ അല്പസമയം കഴിഞ്ഞപ്പോൾ ആകാശം മാറിത്തുടങ്ങി, കാർമേഘം മാറിത്തുടങ്ങി, കറുത്തു തുടങ്ങി, പ്രകൃതി മാറി, അങ്ങനെ തിമിർത്തു മഴ പെയ്തു. 40 ദിനരാത്രങ്ങൾ മഴ പെയ്തു, വെള്ളം പൊങ്ങി. ഈ പേടകം വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കുന്നു. ഇതിനു മുമ്പ് നോഹ എല്ലാവരെയും ആ പേടകത്തിനുള്ളിലാക്കിയിരിക്കുന്നു, ഓരോരോ ജോഡി വീതം. അപ്പോൾ നോക്കുക, ദൈവത്തിൻ്റെ ഹിതാനുസരണം നോഹ പെട്ടകം നിർമ്മിച്ചു. തൻ്റെ ഹിതത്തിനനുസരിച്ചല്ല, ദൈവഹിതത്തിനനുസരിച്ച് നോഹ ചെയ്തപ്പോൾ ആ ഹിതത്തെ അനുസരിച്ചവരെല്ലാം രക്ഷ പ്രാപിച്ചു. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കുകയാണ്. ദൈവത്തിൻ്റെ ഹിതത്തിനെതിരായിട്ട് പ്രവർത്തിച്ച ആദത്തിൻ്റെയും ഹവ്വയുടെയും പാപത്തിൻ്റെ പരിണിത ഫലമായി ലോകത്തിലേക്ക് ശിക്ഷ, നാശം കടന്നു വരികയാണ്. എന്താ പറ്റിയത്? ദൈവത്തെ അനുസരിക്കേണ്ടതിന് പകരം വഴിപിഴച്ച സൃഷ്ടിയായ സാത്താനെ, പിശാചിനെ അനുസരിച്ചു എന്നതാണ് പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നത്. ദൈവത്തെ അനുസരിക്കേണ്ടതിന് പകരം നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ചില സുഖങ്ങൾ, ചില നേട്ടങ്ങൾ, ചില സന്തോഷങ്ങൾ, ഇവയ്ക്ക് പിന്നാലെ പരക്കം പായുന്ന മനുഷ്യൻ ദൈവഹിതത്തിനല്ല തന്നെ സമർപ്പിക്കുക. ദൈവഹിതത്തിന് സമർപ്പിക്കുന്നവൻ ദൈവം പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യും. നോഹ ദൈവം പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്തു. നോഹയുടെ പേടകം വെള്ളത്തിൽ ഉയർന്നു. അതിനകത്ത് പ്രവേശിച്ചവരെല്ലാം രക്ഷ പ്രാപിച്ചു. അപ്പോൾ ദൈവഹിതത്തിൻ്റെ ആഹ്വാനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നവരെല്ലാം, ദൈവഹിതത്തിൻ്റെ ആഹ്വാനമനുസരിച്ച് ഒരുമിച്ച് കൂടുന്ന ദൈവത്തിൻ്റെ ജനമെല്ലാം അനുഗ്രഹിക്കപ്പെടും. നോഹയുടെ പെട്ടകത്തിലേക്ക് കയറിയ, നോഹയുടെ പെട്ടകം ഒരു സൂചനയാണല്ലോ, സർവ്വജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു സൂചനയാണ് ആ പേടകം. അപ്പോൾ സകലത്തിൻ്റെയും ഓരോരോ പതിപ്പുകൾ അതിലുണ്ടായിരുന്നു. അപ്പോൾ ദൈവഹിതം അനുസരിക്കുകയാണ് നമുക്ക് രക്ഷയ്ക്കടിസ്ഥാനം. നോഹയുടെ സംഭവം വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നതാണ്. ദൈവമക്കളെ, നാം ദൈവത്തിൻ്റെ ഹിതത്തിന് നമ്മളെ സമർപ്പിച്ചാൽ ഏത് കൊടുങ്കാറ്റടിച്ചാലും എത്ര വെള്ളപ്പൊക്കമുണ്ടായാലും അത് തകരുകയില്ല. ദൈവസംരക്ഷണമാകുന്ന പെട്ടകത്തിനുള്ളിൽ ഞാനും നീയും പ്രവേശിക്കുവാൻ പരിശ്രമിക്കണമെങ്കിൽ ദൈവഹിതത്തിന് നമ്മെ തന്നെ നോഹയെപ്പോലെ സമർപ്പിക്കണം. അപ്രകാരം പ്രവർത്തിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുക. ദൈവത്തിൻ്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. നാം ആയിരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ ഹിതം നമുക്ക് നോഹയെപ്പോലെ നിവർത്തിക്കുവാൻ പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.